അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. പക്ഷേ ഏത് നന്മയാണ് കൂടുതൽ ഫലപ്രദമായത്, കൂടുതൽ കൂലി ലഭിക്കുന്നത് എന്ന് പലർക്കും അറിയാതെ പോകുന്നു. എന്നാൽ എല്ലാ ദിവസങ്ങളിലും ലഭിക്കുന്ന വലിയൊരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഓരോ ദിവസവും ഒരു ഹജ്ജിന്റെ പ്രതിഫലം നേടാൻ പറ്റുന്ന പരിപൂർണമായ ഒരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ സൽക്കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരാൾ സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിനെ ദിക്റ് ചൊല്ലിക്കൊണ്ട്, ഖുർആനോത്താവാം, അതല്ലാത്ത നല്ല കാര്യങ്ങളാവാം, അത് ഇൽമു പഠിക്കലാവാം, അള്ളാഹുമായിട്ടുള്ള ദിക്ർ, അത് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ, ആ ദിക്റുകൾ അല്ലെങ്കിൽ ഖുർആനോത്ത്, അതിനായിക്കൊണ്ട് അവൻ സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ചെലവഴിച്ചു. എന്നിട്ട് സൂര്യൻ ഉദിച്ചതിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവനിക്ക് എന്ത് ലഭിക്കുന്നതാണ്? കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ. അവനിക്ക് ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് താമത്തിൻ താമത്തിൻ താമ, പരിപൂർണമായത് എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വെറുതെ പറയല്ല, പരിപൂർണമായ ഒരാൾ അവിടെ പോയി ഹജ്ജ് ചെയ്തതിന്റെ കൂലി ലഭിക്കും, ഹജ്ജ് ഉംറ ചെയ്തതിന്റെ കൂലി ലഭിക്കും. ഇന്ന് ഹജ്ജ് ഉംറ ചെയ്യാൻ എത്രയാണ് ചെലവ്? എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഫർളാകുന്ന ഒരു കാര്യമാണ്. അത് തന്നെ മനിസത്തായിലേ സബീല, തടിയിലും സമ്പത്തിലും അതുപോലെ തന്നെ വഴിയിലും കഴിവുള്ള ആൾക്കാണ് അത് ഉണ്ടാവുക. എന്നാൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്ക് ഹജ്ജിന്റെ കൂലി എങ്ങനെ സമ്പാദിക്കാനാവും? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് സമ്പാദിക്കാനാവും. അത് റമദാനിലാവുമ്പോൾ അതിന്റെ മഹത്വങ്ങൾ വളരെ 70ഓളം അത് ഇരട്ടിയായി അധികരിക്കപ്പെടുന്നു. അല്ലാഹു തആല അങ്ങനെയുള്ള നന്മകൾ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. പലരും അത്താഴം കഴിച്ചതിന്റെ ശേഷം ഇങ്ങനെ ഒരല്പം ഖുർആൻ ഓതി, പിന്നെ സുബഹി നിസ്കരിച്ച് കുറച്ച് പിന്നെയും ഖുർആൻ ഓതി, പിന്നെ സൂര്യോദിക്കുന്നതിന് മുമ്പ് ഇറങ്ങുന്ന ഒരു പതിവ് സാധാരണ റമദാനിൽ ചില ആൾക്കുണ്ട്. അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ഹജ്ജിന്റെ കൂലി എല്ലാ റമദാനിലും ഓരോ ദിവസവും നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമായി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ? സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, എന്നിട്ട് സൂര്യോദിക്കുന്നത് വരെ ദിക്റ് ചൊല്ലിക്കൊണ്ടാടിരിക്കുക. എന്നിട്ട് ഇരിക്കുമ്പോൾ ഉറക്കി തൂക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നടന്നിട്ട് ദിക്റ് ചൊല്ലാം. അപ്പൊ ദിക്റ് ചൊല്ലിക്കൊണ്ട് സൂര്യോദിക്കുന്നത് വരെ അങ്ങനെ നിൽക്കുക. എന്നാൽ സൂര്യോദിച്ചതിന് ശേഷം നിസ്കരിക്കുക. ഇഷ്റാഖിന്റെ നിസ്കാരമാവും, സൂര്യത്തിന് ശേഷമുള്ള നിസ്കാരമാണ് ഇഷ്റാഖ്. പിന്നെ അതുപോലെ തന്നെ ദുഹാ നിസ്കാരം, സൂര്യോദിച്ച് 20 മിനിറ്റ് ആയതിനു ശേഷം ഒരു സൂര്യോദിക്കുന്നത് ഒരു 6:50 അല്ലെങ്കിൽ 7 മണിക്കാണെങ്കിൽ 7:20 വരെ അവിടെ നിന്ന് ദുഹാ നിസ്കരിച്ച് പിന്നെ ഉറങ്ങുന്നതിന് വിരോധമില്ല. അപ്പൊ സുബഹിന്റെ ശേഷം ഉറങ്ങല് നല്ല കാര്യമല്ല. സുബഹിന്റെ ശേഷം ഉറങ്ങിയാല് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലാതെയാവും. അപ്പൊ അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റമദാനിൽ അതിന്റെ ഒരു ഹജ്ജിന്റെ കൂലി, ഒരു ഹജ്ജ്, ഒരു ഉംറ, പരിപൂർണമായ ഹജ്ജും ഉംറയും കൂലി സമ്പാദിക്കുന്ന ആ ഒരു വലിയൊരു സൽക്കർമ്മം നാം റമദാനിലെങ്കിലും ചെയ്യുന്നവരാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്ത് റമദാൻ നമ്മൾക്ക് ഗുണമായി സാധിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.